ഹലോ മച്ചന്മാരെ, നമസ്തേ. ചില പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്തുണ്ടാക്കും എന്നുള്ള ഒരു തോട്ടിലാണ്. എന്തുണ്ടാക്കും ഒരു ഐഡിയ കിട്ടി, വാ. അപ്പോൾ വീട്ടിൽ ഇങ്ങനത്തെ പഴവും എക്സ്പയറി എടുത്ത ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വീട്ടിലുള്ള അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ള പഴം നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇതേപോലെ എടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡില്ലേ, ഇപ്പം എന്തോരം ബ്രെഡ് വെച്ചാലാണ് നിങ്ങൾ ഉണ്ടാക്കണം, ആ ബ്രെഡ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ 4 സൈഡ് നമ്മൾ നല്ല രീതിക്ക് അതിൻ്റെ സൈഡ് വേഴ്സ് എഡ്ജസ് കട്ട് ചെയ്ത് ക്ലീനാക്കി സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കിട്ടും ഗൈസ്, നല്ല അടിപൊളിയായിട്ട്. കണ്ടില്ലേ, നല്ല ഗ്ലാമർ ആയില്ല എൻ്റെ ബ്രെഡ് വിട്ടമാർ, സൂപ്പം. അപ്പോൾ ഈ 2 സംഭവം റെഡി ആയതിന് ശേഷം ഞാൻ ഈ ബ്രെഡ് ഒന്ന് ചപ്പാത്തി പലകയിൽ പരത്തുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ പുതിയ ഐറ്റം ആട്ടെ, 3 മേടിച്ചാടി കോഴി മുട്ട സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള സംഭവം, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ 2 മുട്ടയാണ് ഇതിലോട്ട് എടുക്കുന്നത്, ഒരു ഫുൾ മുട്ടയും ഒരു മുട്ടയുടെ വെള്ളയും മാത്രം. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ഐറ്റം കൂടി മേടിച്ചിട്ടുണ്ട്, 3. അടിപൊളിയാട്ടോ ഗൈസ്, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ 2 സ്പൂൺ പാലും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സർവ്വസാധാരണ വീട്ടിലുള്ള സംഭവങ്ങളാണ്. പിന്നെ കുറച്ച് വാനില എസൻസ്, ഇത് വീട്ടിൽ ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഉണ്ടാകുന്ന സംഭവമാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ലൊക്കെ ഇട്ടാൽ മതി, നമുക്കൊരു ഫ്ലേവർ അത്രേ ഉള്ളൂ, അതേ നമ്മളിതിൽ കരുതുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കാൻ പോണേണ്. പാനിലോട്ട് നമ്മൾ ഇടുന്നത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കുക. സോ ഇതാണ് നമുക്ക് കുറച്ച് എന്താ പറയുക പണിയുള്ള പാട്ടെന്ന് പറയുന്നത് ഈ സ്നാക്സിൽ. സോ അതിലോട്ട് നമ്മൾ ബട്ടർ ചൂടായതിന് ശേഷം നമ്മൾ ഏത്തപ്പഴം ഇട്ട് സോർട്ട് ഔട്ട് ചെയ്യണതാണ്. ഏത്തപ്പഴം നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുറച്ച് ഷുഗർ, അത് ടേബിൾ സ്പൂൺ കണക്കിൽ ഒരു 2 സ്പൂൺ ഷുഗർ ഇട്ടാൽ മതി, ടേബിൾ സ്പൂൺ കേട്ടോ. അത്ര ഷുഗർ ഇട്ട് നമ്മൾ നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ഇടുന്നത് സിനമണാണ്, നമ്മുടെ കറുവാപ്പട്ടയുടെ പൊടിയില്ലേ സിനമൺ. അതിടുമ്പോൾ തന്നെ വേറെ ടേസ്റ്റ് ആയിട്ട് തന്നെ മാറും നമ്മുടെ സ്നാക്ക്. അപ്പോൾ അതിട്ട് നമ്മൾ നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം. ദെൻ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഈ ഷുഗർ മാത്രമല്ല, ഷുഗർ ആൻഡ് സോൾട്ട് ബാലൻസ് ചെയ്യുന്ന രീതിക്കാണ് ഞാൻ എൻ്റെ ഇതിവിടെ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം, നിങ്ങൾക്ക് ഉപയോഗിക്കാണ്ടിരിക്കാം, ഇറ്റ്സ് അപ് ടു യു. പിന്നെ ഞാൻ കുറച്ച് ആൽമണ്ട് സ്ലൈസസ് യൂസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഫോർ ഹെൽത്തി. അപ്പം ഈ സ്നാക്സ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിൽ ഈ അങ്ങനത്തെ കറുത്ത കളറുള്ള പഴം കാണുമ്പോൾ എല്ലാവരും ഒബ്വിയസ്ലി കളയാറാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം, ഒരു സ്നാക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതിലോട്ട് ഞാൻ പാലിടുന്നുണ്ട്. ആ പഴം ഏത്തപ്പഴം ആയതുകൊണ്ടാണ് ഉടയാൻ ഇത്തിരി പാട്. അപ്പം ഈ പാലിട്ട് നമ്മൾ കുറച്ചൊന്ന് സ്മൂത്ത് ഓൺ ചെയ്തെടുക്കുന്നുണ്ട്, എന്നാലും ഇത് ഉടയത്തില്ല. സാധാ മറ്റേ റോബസ്റ്റ പഴം, ഫിലിപ്പിനോ പഴമൊക്കെ ആണെങ്കിൽ ഉടയും. അപ്പം നമ്മൾ ഈ ക്രഷർ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചും കൂടി എടുക്കുന്നുണ്ട്. ബിക്കോസ് ഇത് ഏത്തപ്പഴം ആയതുകൊണ്ടാണ്. ഏത്തപ്പഴം അറിയാമല്ലോ, ഒബ്വിയസ്ലി ഹാർഡായിരിക്കും ഉടയാനായിട്ട്. അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിന്. ആ ബ്രെഡിലോട്ടുള്ള ഫില്ലിങ്ങിൻ്റെ സംഭവമാണ് നമ്മൾ ചെയ്ത് തീർത്തത്. അപ്പോൾ ഇത്രയും സംഭവത്തിനുള്ളു. അപ്പോൾ വേറെ അധികം മെനക്കെട്ട് പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സ്നാക്സാണ്. ഷുഗറുള്ള ആൾക്കാരാണ് വീട്ടിലുള്ളതെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാണ്ട് നമുക്ക് ഉണ്ടാക്കിയാലും കഴിക്കാം. ദാറ്റ്സ് ആ ബനാനയുടെ സ്വീറ്റ്നെസ് ഉണ്ട്. സോ ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണേണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞു മക്കളെ. അപ്പം ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സാണ്. അപ്പം ഞാനിവിടെ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി പലകയിൽ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡില്ലേ, അതെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ എൻ്റെ ഈ ബനാന ഫില്ലിങ് ചേർക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഇപ്പം എടുത്തേക്കുന്ന 2 ബനാനയാണ് ഈ ബ്രെഡുകൾക്കെങ്കിലും ഈ ഫില്ലിങ് അതിൽ കൂടുതലാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അതെടുത്ത് കുറച്ച് മാറ്റി വെച്ചാൽ മതി. എന്തായാലും അത് വെച്ച് ഞാനൊരു സൂപ്പർ സംഭവം നമുക്ക് നാളെ ഒരു വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം തികഞ്ഞില്ലെങ്കിൽ മാറ്റി വെച്ചാൽ അത് വേറെ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം. അതിനുള്ള സംഭവം ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇതിൽ ഞാൻ ബനാന ഇങ്ങനെ നീളത്തിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയുടെയും പാലിൻ്റെ ഇതില്ലേ, അത് സൈഡിലോട്ട് തൂകിയിട്ട് ബ്രെഡിൻ്റെ 2 സൈഡിലോട്ട് തൂകി ബ്രെഡ് മടക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പം ബ്രെഡ് ആ ഇതിൽ ഒട്ടിയിട്ട് 2 സൈഡും ഒട്ടി നിൽക്കും. അല്ലെങ്കിൽ അത് വീണ്ടും വിടർന്ന് സെയിം പൊസിഷനിലോട്ട് പോകണ കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് വെക്കാം.
ഇതാണ് നമ്മൾ ചെയ്ത് വെക്കേണ്ട ഫസ്റ്റ് സംഭവം. ഈ ഫില്ലിങ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ ആക്കണമെങ്കിൽ ഈ 2 സൈഡിലും മുട്ട തൂക്കണം. കണ്ടില്ലേ, ഇതേപോലെ തൂകിയതിന് ശേഷം അത് ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ അത് ഒട്ടിയിരുന്നോളും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഗ്ലൂ പോലെയാണ്. അപ്പോൾ ബ്രെഡ് 2 സൈഡും ഒട്ടിയിരുന്നോളും. ആ ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യും. സോ അത് വിടർന്ന് പോവില്ല, വീണ്ടും എക്സാക്റ്റ് സെയിം പൊസിഷനിലോട്ട് വരത്തില്ല. അപ്പം ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട സംഭവം. അതിന് ശേഷമാണ് മക്കളെ ഒരു ഗില്ലടി ഐറ്റം വേണ്ടത്, ബ്രെഡ് ക്രംസ്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാണ്ടിരിക്കും. ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നേരത്തെ പോലെ ബട്ടറിൽ വറുത്തെടുക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ തിങ്. ആ മുട്ടയിൽ മുക്കിയിട്ട് ബട്ടറിൽ വറുത്തെടുത്താലും കാര്യം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ ബ്രെഡ് ക്രംസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്നു. അപ്പോൾ അതൊരു പ്രത്യേകം കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. അത് ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ സ്നാക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ പിള്ളേർക്കൊക്കെ ആകുമ്പം കുറച്ചും കൂടി പ്രസൻറ്റബിൾ ആയിട്ടാണ് ഉണ്ടാക്കുമ്പോഴാണ് അവർ കഴിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആവണം അല്ലേ. ഈ പ്രസൻറ്റബിൾ കുറവുള്ള ഐറ്റംസിനോട് പിള്ളേർക്ക് കുറച്ചും കൂടി ധാരണ കുറവാണ്. കണ്ടില്ലേ, അതേപോലെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ സ്നാക്സ് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ തീരെ പ്രശ്നമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ പാൻ ചൂടായി, ബട്ടർ ചൂടായതിന് ശേഷം ഞാൻ ഈ സ്നാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പാനിൽ ഒരു 4 സ്നാക്സാണ് ഇടുന്നത്. നിങ്ങളുടെ പാൻ എങ്ങനെയാണോ, എത്ര വലുതാണോ എത്ര ചെറുതാണോ അതനുസരിച്ച് നിങ്ങൾ ഇടുക. കുറച്ച് എന്താ പറയുക, അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് പണിയായിരിക്കും, ഒബ്വിയസ്ലി അറിയാമല്ലോ. അപ്പം ഒരു സൈഡ് മോരിച്ചിട്ടുണ്ട്, തിരിച്ചിടുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഇതേപോലെ തന്നെ എല്ലാ ഈ സ്നാക്സിൻ്റെ സംഭവം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണേ കേട്ടോ. സോ നമ്മുടെ സ്നാക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ, തീർന്ന് പൊള്ളിയാണ്. അപ്പം ഞാനിവിടെ 8 എണ്ണം ഉണ്ടാക്കിയതിൽ 4 എണ്ണം ഇതേപോലെ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടാണ് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഹെയർ ഫ്രയറിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ ചെയ്യണ പോലെ. പക്ഷേ എൻ്റെ എയർ ഫ്രയറിൽ ഞാൻ സെറ്റിങ്സ് എനിക്ക് മാറ്റാൻ അറിയില്ലാത്തതുകൊണ്ട് ഈ 20 മിനിറ്റ്സാണ് ചിക്കന് വേവിക്കണ ടൈമാണ് കൊടുത്തേക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സാണ് കൊടുത്തെങ്കിലും ഞാനതിൽ ഒരു 6 മിനിറ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാനത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് എങ്ങനെയാണോ നിങ്ങളുടെ ഇത് ഞാൻ ഫസ്റ്റ് ടൈമല്ലേ ട്രൈ ചെയ്ത് നോക്കുന്നത്, അപ്പോൾ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പ്രിഫറൻസ് അതേപോലെ നിങ്ങൾക്ക് അത് ബേക്ക് ചെയ്തെടുക്കാം എയർ ഫ്രയറിൽ. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് തിന്നാം, ഒന്നില്ലെങ്കിൽ ടേസ്റ്റി ആയിട്ട് തിന്നാം. ഇത് രണ്ടും നിങ്ങൾക്കുള്ള ഓപ്ഷനാണ്. ഇത് ഞാൻ ബട്ടറിൽ വറുത്തും അത് ഞാൻ എയർ ഫ്രയറിൽ വറുത്തുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഇത് ബട്ടറിൽ വറുത്താണ് നമ്മൾ. എങ്ങനെയുണ്ട്? It's crispy, very good actually. Maybe it looks like salt and sweet. Salt and sweet. Okay. The taste. Good ആണോ അത്? Good, crispy. കൊള്ളാം. ഓക്കെ. ഇതിൽ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ ബനാനയുടെ ഇതിൽ മാത്രം ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. സെയിം എയർ ഫ്രയർ. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഇതൊക്കെ? இது வந்து கொஞ்சம் ட்ரையா இருக்கு. ഓയിൽ പോടാനാല. സെയിം തന്നെ. അപ്പോൾ ഏതാ നല്ലത്? കമ്മിയാണ്. ക്രിസ്പിയാണത്, വെരി ക്രിസ്പി അല്ലേ? ഇതാണ് നല്ലത്. ட்ரையா இருக்கு. இது வந்து கொஞ்சம் பஃபியா டிஃபரன்ஸ் தெரியுதா? இன்டர்னல் டிஃபரன்ஸ். இது வந்து ட்ரையான மாதிரி இருக்கும், இது வந்து ப்ளஃபியா இருக்கும் உள்ள. தெரியுதா? அப்ப கொள்ளாவோ ഈ സ്നാക്ക് കൊള്ളാവോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കേ. അപ്പോൾ ഗൈസ്, എല്ലാവരും ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കണം വീട്ടിൽ. ഈ കറുത്ത പഴവും പിന്നെ എക്സ്പയറി എടുത്ത ബ്രെഡും ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് സ്നാക്കാണെന്നാണ് മാമ പറഞ്ഞത്. ഞാനും ചെറിയൊരു ബൈറ്റ് അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പേര് പറയണത് ബനാന സിനമൺ ബ്രെഡ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഗുഡ്.